ഹായ് മക്കളെ, ഓണമൊക്കെ തകർത്ത് ആഘോഷിച്ച് വരികയാണല്ലേ. എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യം നിങ്ങളുടെ ഓണം? അതൊക്കെ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞതാ, ഇനി നമ്മൾ വേഗം തന്നെ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ബയോളജിയിലെ അത്യാവശ്യം നല്ല ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതായത് ബിഹൈൻഡ് സെൻസേഷൻ എന്ന് പറയും, സംവേദനങ്ങൾക്ക് പിന്നെ. ഇനി ഒരു ചാപ്റ്ററിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ എല്ലാവരും ആദ്യത്തെ 2 ചാപ്റ്റർ പഠിച്ച് തന്നെ ഏകദേശം കിളി പോയിരിക്കുകയാണോ അല്ലേ? പക്ഷെ അതിൽ കൂടുതൽ കിളി പോകാനുള്ള ചാപ്റ്ററാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ. നമുക്ക് ഡിഫറെൻറ്റ് സെൻസ് ഓർഗൻസിനെ പറ്റിയിട്ടും അതിൽ എങ്ങനെയാണ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് കാഴ്ച സാധ്യമാവുന്നത്, കേൾവി സാധ്യമാവുന്നത്, എങ്ങനെയാണ് ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നത്, ഇത്തരത്തിലുള്ള ഇതിൻ്റെ എല്ലാം ബിഹൈൻഡ് സയൻസ് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററാണ്. ഇതുവരെ കണ്ടതിലെ ഏറ്റവും വലിയൊരു ചാപ്റ്ററുമാണ് നമ്മുടെ ഈ മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ അവിടെ നമ്മൾ വെറുതെ ടെക്സ്റ്റ് മാത്രം വായിച്ചത് കൊണ്ടോ വെറുതെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് സ്വന്തമായി നിങ്ങൾ പഠിക്കാൻ നോക്കിയാലും വളരെയധികം ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അത്രമേൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അപ്പോൾ ആ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾക്ക് കുറച്ചുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അസ്ത്ര ബാച്ചിലെ ഏറ്റവും നല്ല ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഈ ചാപ്റ്റർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 3.0 ബാച്ചിലെ കുട്ടികൾക്ക് വേണ്ടി വീണ്ടും നമ്മൾ ഈ ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ നോക്കുകയാണ്. സോ ഇതുവരെ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ അസ്ത്ര 3.0യിലേക്ക് ജോയിൻ ചെയ്യുക. ഈ ഒരു തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് വേഗം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് രീതികളൊക്കെ ഉണ്ട്. ഓരോ കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. കാരണം നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഓണപ്പരീക്ഷ എത്രത്തോളം ടഫായിരുന്നു, വ്യത്യസ്തമായ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇനി വരാതെ എങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങാം, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇനി ഒട്ടും പഠിക്കേണ്ട, വേഗം തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി വരുന്ന ചാപ്റ്ററും സെറ്റാക്കാൻ നമ്മുടെ അസ്ത്ര ബാച്ച് ഉണ്ട്. സോ കംസ്